ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റി. ഒരു സംശയം വേണ്ട. ബഹുമാന്യനായ മുഖ്യമന്ത്രി, താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ വസ്തുതകളായിരിക്കണം പറയേണ്ടത്. ഓഖി സമയത്ത് 33 പേരുടെയും ആനുകൂല്യം കൊടുക്കുന്നതിന് 7 വർഷമെന്ന മാനദണ്ഡത്തെ റദ്ദ് ചെയ്ത് 22 ലക്ഷം വീതം മുഴുവൻ തൊഴിലാളികൾക്കും കൊടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ LDF ഗവൺമെന്റ്. അപ്പോൾ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങൊരു കലയാക്കി മാറ്റിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ സ്വഭാവം അങ്ങ് തിരുത്തണം. ചരിത്രത്തിലാദ്യമായി ഞങ്ങളിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വസ്തുതയുടെ പിൻബലം വേണ്ടേ? ആ കുടുംബങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തൊഴിലാളികൾക്ക് ആനുകൂല്യം മാത്രമല്ല കൊടുത്തത്, വീടില്ലാത്തവർക്ക് വീട്, കുടുംബനാഥം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ ഭാര്യയ്ക്ക് ജോലി, മക്കളുടെ വിദ്യാഭ്യാസം, 2035 വരെയുള്ള വിദ്യാഭ്യാസം ഏറ്റെടുത്ത ഗവൺമെന്റാണത്. ഇപ്പോഴും അവർക്ക് ആനുകൂല്യം കൊടുക്കുകയാണ്. 13.5 കോടി രൂപ പ്രത്യേക അക്കൗണ്ടിൽ ട്രഷറിയിൽ നിക്ഷേപിച്ച് 2035 വരെ ആ കുട്ടികൾ, 6 മാസമായ കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് വരെയുള്ള പണം നിക്ഷേപിച്ചൊരു ഗവൺമെന്റാണിത്. അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് LDF ഗവൺമെന്റ് ദുരിതം സമയത്ത് ദുരന്തം അനുഭവിച്ച തൊഴിലാളികളെ ചേർത്ത് പിടിക്കാൻ, കരുതലോടെ അവരെ സംരക്ഷിക്കാൻ, അവരുടെ കുടുംബത്തെ നിലനിർത്താൻ നടപടി സ്വീകരിച്ചത്. ഇതൊന്നും അറിയാത്ത അങ്ങ് ചരിത്രത്തിൽ ആദ്യമായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങ് വസ്തുതകൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയാണ്, താങ്കൾക്ക് വസ്തുതാപരമായി പറയാനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതങ്ങ് നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.